அவன் கீழே வந்து 10 இருப்பான். മതിലിരുന്ന് അടിക്കുന്നതാണ് കുരിയച്ച കോൺട്രാക്ടറുടെ അളിയൻ ബേബി. പട്ടാളത്തിലാ, നല്ല ഹീറ, ലീവിന് വന്നിരിക്കുന്ന. മറ്റേത് രണ്ടാമത്തെ അനിയനാ പീറ്റർ, ഒറ്റത്തടിയാ. അജിമിനെ കണ്ടോ? അതാണ് ഏറ്റവും വലുത്, കുഞ്ഞുവാൻ. ഒറ്റപത്തിയാ, ഒരു കാര്യമില്ല. കണ്ണാടി വെച്ചിരിക്കുന്ന ആളെ കണ്ടോ? അതാണ് അപ്പം പപ്പാളി. പുള്ളിയുടെ അപ്പൻ്റെ കാലത്ത് മലകയറി ഇങ്ങോട്ട് വന്നവരെ വരെ. ഓ, പിന്നെ ആ ജീപ്പിന്റെ സൈഡിൽ നിൽക്കുന്നവനെ കണ്ടോ? ആ പാലിട്ടിട്ട് ജിതിൻ. ഇവിടുത്തെ ഒരടുത്ത ഒരു പാഴ്. അർജുൻ അശോക് ചെയ്യാൻ പറ്റുന്ന തലം മുഴുവൻ പാട്ടത്തിനടുത്തേക്ക്. പേടിക്കണ്ട പേടിക്കണ്ട, ഇങ്ങ് പോര്, ഒന്നും ചെയ്യല. ഇത് നമ്മുടെ പോൾ സാറിന്റെ രണ്ടാമത്തെ കൊച്ചിക്കാണ്. എന്നാ പേടിച്ചായിരുന്നു? പുള്ളി ചെറുതായിട്ടൊന്ന്. അതാ ഞാൻ ഓർത്തേ, ആരാ ബെന്നിയുടെ കൂടെ ഒരു വരത്തൻ ചെക്കനാണ്. കെട്ടിയിട്ടേക്കുന്ന പട്ടിയെ കണ്ട് ഇങ്ങനെ പേടിച്ച അവനെങ്ങാനും തുടലും പിടിച്ചു വന്നാൽ എന്നാ ചെയ്യും? കൊച്ചേ, കൊച്ചന്റെ മേശയുടെ വലിപ്പത്തിരിക്കുന്ന പുതിയ എടുത്തോ. ഞാനാച്ചാ ബെന്നി, പാറക്കുടിയിലെ. നല്ല ആപ്പിള് വലുപ്പമുള്ള പെമ്പിള്ളേരുണ്ടായിരുന്നു. ആ, ഞാനിത് ആരോടായി പറയുന്നത്? നീ ഒരു ആപ്പിൾ കണ്ടോ? ആപ്പിളെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ കപ്പയും കാച്ചിലല്ലേ. നമ്മളൊക്കെ ആയിട്ടൊക്കെ ജീവിച്ചു പോകാറിയാ. ഒരു കമ്പനിയാണ്. ഓ വേണ്ട, വെരിപ്പിക്ക്. മോളിപ്പോ SLC ക്കല്ലേ സാന്ദ്ര അല്ലേ? പയ്യൻ കാലിക പെൺപിള്ളാര് പഠിച്ചിട്ട് ഇപ്പൊ എന്നാ വല പറിക്കാതെ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, പണി നടക്കട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. ശരി. இவன் தான் பார்த்துருந்தானோ? பியர்டு இருந்துச்சுடா அது. இல்லை அஞ்சாம் பதிரா இல்லை. ஓ, അവളെ കിട്ടിയാനാ, അവളെ ഇപ്പൊ കാണും. எப்படா வந்துச்சு படம்? 22 ജോസി 20 ഇപ്പം ടൗണിൽ വിളിക്കണം. அர்ஜுன் அசோக் சின்ன மொழி சரி. லோக்கல் பாஸ் ஃபைட்டு பிரேமம்ல அந்த கடற்கோழியா நிறைய பேர். என்ன ஸ்கூலுக்கு புதுசாக பத்திரக்குள்ள போறீங்க? அதான் கப்பி பையன் கன்ஃபார்ம் டெத்து தான். சேத்தன் பேரா അല്ല ഇനിയും പറയാമല്ലോ. ഈ ഒരു മൂട്ടിൽ അവളെ കണ്ടോണ്ട് കേൾക്കാൻ നല്ല രസമല്ലേ? ഇന്നല്ലാണ്ട് തീർച്ചയായും പറയും. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഊട്ടിക്ക് ടൂർ പോകണമെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവളുടെ അടുത്ത് മിണ്ടുന്നത്. അതിന് മുന്നേ പേടിയായിരുന്നു. വലിയ പഠിത്തക്കാരിയായിരുന്നു. ഞങ്ങൾ ബാക്ക് സീറ്റിൽ പിള്ളേരെല്ലാം നല്ല വെള്ളമായിരുന്നു. രാത്രിയായപ്പോൾ ഇവിടെ എൻ്റെ തൊട്ട് മുന്നിൽ സീറ്റിൽ വന്നിരുന്നിട്ട് എന്നോടൊരൊറ്റ ചോദ്യം, ജനാലൊന്നും അടയ്ക്കാവും. ഞാനാകും അല്ലാതായി പോയില്ലേ, എൻ്റെ കെട്ടൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, എന്നെ തണുത്തിട്ടാണോ ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു, അവൾക്ക് ഈ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഛർദിൽ പറഞ്ഞ സൂക്കേണ്ടത്. അപ്പം ഞാൻ അമ്മച്ചി പറഞ്ഞാന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ടു. ഒരു വിരൽ പൊക്കിലെ വെച്ച് കിടന്നാൽ മതി, എല്ലാ ഛർദിലും പറവറക്കും. വേറെ ചേട്ടാ ബാക്കി പറയാം. ചോര ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇവളങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ ഇവള് വന്ന് എന്നോട് വേണ്ടി ആ ഒരു ഹാങ് ഓവറിൽ ഇവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇവള് ഛർദിൽ വരാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ കൈ കയറി അവളുടെ വെച്ചു. അവളുടെ കൈയാണെങ്കിൽ എൻ്റെ കൈൻ്റെ മേലെ. പെട്ടെന്നായതുകൊണ്ട് കൈ ഞാൻ വലിച്ചെടുക്കാൻ നോക്കി, പക്ഷെ അവളെൻ്റെ കൈയെന്നാണ് മത്തി എന്ന് വെച്ചു. എബി എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് കാണാത്തത്.
എപ്പോഴും പോകുന്നു ഇപ്പം എനിക്കിതിൽ എത്ര തമാശ തോന്നുന്നില്ല. സോറി. சோஃபாவோட கேரக்டர் வருது. ஓ இவனுங்க எடுத்துட்டு இருக்கானு உங்களோட போனா ലുക്കേ ശരിയില്ല. അതാ നോക്കൂത്തി നോക്കാൻ പറ്റുമോ? താങ്കളന്ന് ബഹളം വെക്കലടൂ. ஆனால் வேற ஒருத்தன் தான் பார்த்துன்னு இருந்தாலும் இவன் பார்க்கணும்ல. அப்படியா? இப்படிதான் இவரை பார்த்து இருந்தாரு ஷார்ட் கனுங்க. എന്തായി? ഞാൻ ഇവിടെ വെച്ച ടേപ്പ് ബേബി എന്തായി? ബേബി എന്തെടുക്കുവാ? അയാൾ അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുക. നമ്മളത് കാണിച്ച പ്രശ്നം തീർന്നില്ലേ? எவ்வளோ ஓப்பன்ல இருக்கு. அவங்க வீடு கீழே இருக்குடா. அவங்க இல்லை மிரர் இல்லை அது மாதிரி இருக்கு. இல்லை அந்த இந்த மிரர் இருக்கும்ல சரியான கலர் கிரேடிங்கள. നീ അടുത്ത ആഴ്ച എപ്പോഴാ ഫ്രീ ആവുന്നത്? അപ്പൊ അങ്ങനെയാ. അതെ ഹലോ നിരന്ന് വിളിച്ചു അത്യാവശ്യം വല്ലതാണെങ്കിൽ എവിടെ ചെന്നാൽ റീച്ച് ആകുന്നു. വണ്ടി കൊണ്ടുപോകും. ഞാൻ ദേ വന്നു സാറ് വന്നു. வீடியோ നീ ഫ്രണ്ട് കൂടെ വണ്ടിക്കകത്തിരുന്ന് വെറുതെ സംസാരിക്കുക. ക്ലാസ് എന്താ ഫോട്ടോയിലാണ് കൊറേ നേരായിട്ട് ഇവിടുന്ന് സെറ്റപ്പാണ്. ഇത് ആദ്യം കണ്ടത് ഓന്താണ്. പേര് മാറ്റിട്ടേ ഓ കാറിനകത്ത് ഡിങ്കോൾഫി. ഞാൻ സംസാരിക്കട്ടെ. മിരർ ഏത്ത വേണ്ടി തന്നെ ഒന്നുമില്ല ചേട്ടാ, ഞങ്ങൾ വെറുതെ ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്ന. അപ്പൊ ഇവര് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ചേട്ടാ. കാര്യം ഞാൻ പറയാം, പിള്ളേര് മഹാ അലമ്പാണ്. വെറുതെ ഇവിടെ വഷളാക്കാൻ നിൽക്കണ്ട ചേട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കുക. അവർ വന്നിട്ട് കാര്യങ്ങൾ തീർക്കട്ടെ. പോലീസൊക്കെ മല കയറി വരും 2-3 മണിക്കൂർ എടുക്കും. അപ്പം കൊച്ചിനെ അതുവരെ ഇവിടെ വെച്ചിരിക്കുക. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാൻ നോക്കും. ചേട്ടാ ഞാൻ എന്നെ വെള്ളം തരാം. എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി അധികം പൈസ ഒന്നും ഇല്ല ചേട്ടാ കയ്യിൽ. ഇങ്ങനെയാണെങ്കിൽ നീ തന്നെ ഡീൽ ചെയ്താൽ മതി. ചേട്ടാ ഇതേ ഉള്ളൂ. പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ല ചേട്ടാ. മേലെ ഇമാതിരി അഭ്യാസമായിട്ട് ഈ ഏരിയയിലേക്ക് വന്നേക്കണം കേട്ടോ. ഇല്ല പോകും. വർക്കൗട്ട് பண்ணிருந்தான். ആദ്യം കണ്ടവർക്കല്ലേ വല്ലതും കൊടുക്കും. അതല്ലേ അതിന്റെ ഒരു ഇത്. எல்லாரும் ஊர்ல இதுதான்டா இருக்கானுங்க. മെനക്കായിട്ട് പോലെ கிளைமேக்ஸ் என்ன ஆகுது?
ഷാർட் கன் யூஸ் பண்ணி ஆகும். പ്രിയപ്പോൾ തന്നെ ഓർമ്മയുണ്ട്. ഞാൻ 12B ജൂസി കെ ബേബി. എപ്പോ എത്തി? ഞാൻ ഒരു ഒരാഴ്ച ഓ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ദുബായിലായിരുന്നു IT ഫീൽഡിൽ. IT ഫീൽഡൊക്കെ ഭയങ്കര തകർച്ചയാണ്. ഞാൻ വരുന്ന വഴിക്ക് പുള്ളിക്കാരനെ കണ്ടായിരുന്നു. ജോസി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ടൗണിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് അവിടെ. പിന്നെ നമ്മളവിടെ കൃഷിയൊക്കെ ഇറങ്ങിയിരുന്നു. ആണ്ടെ വരുന്നടാ. ഞാൻ നാട്ടിലേക്ക് വരാൻ കുറച്ച് ജോലിയുണ്ട്. ഓ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. തീർച്ചയായും. നമ്മളിവിടെയൊക്കെ തന്നെ കാണും. നമ്പർ തരട്ടെ? ஆனால் பாய்ஸ் சீரிஸ் இருக்குல்ல அந்த மாதிரி ஒரு எண்டிங் எதிர்பார்க்கணும். எந்த மாதிரி சொல்கிற? ஃபுல் பிளாஸ்ட் செதற மத்தியா அந்த மாதிரி ப்ரூட்டலாக இருக்கும்ல. என்னமோ பெருசாக நடக்க போகுது. அர்ஜுன சேகர்லாம் போட்டு பழக போகிறாங்க. எனக்கு இவனை பழக்கணும். கார் பின்னாடி உட்காந்து மத்தியா. ഡാടാ, നിനക്കൊന്നും അങ്ങനെ നോക്കാനുള്ള കേട്ടോ. ஃபாஃபாவுக்கு கேட்கல போல ஹெட்செட்டை போட்டு உட்காந்து എബി, ഇത് കേൾക്കുന്നില്ലേ? നമ്മുടെ സ്ഥലത്തൊരു നമ്മുടെ മനസ്സമാനം കളയുന്നത് എന്നാ പരിപാടിയാ? ഇവിടെ ഇതൊരു നാട്ടുംപുറമല്ലേ, വൈകിട്ട് വരെ പണിയൊക്കെ എടുത്ത് രണ്ടിടം വിട്ട് നാടൻ പാട്ടൊക്കെ പാടി ഇതൊക്കെ എല്ലാവർക്കും രസം. ഇത് നാടൻ പാട്ടൊന്നുമല്ല, എന്നെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാ. എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പാട്ടും നിർത്തിയിരുന്നേ കൊള്ളായിരുന്നു. ഞാനും വൈഫും വർക്ക് ചെയ്യാൻ പണിയെടുക്കാനുള്ളത്. പിള്ളേരല്ല സാറേ, വിട്ടുകളാ സാറ്. താഴെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, വെറുതെ വലിയൊരു മുകളിലേക്ക് ഇല്ല, വരണ്ടേ. അത് കുഴപ്പമില്ല. വൈഫിന് ചെറിയൊരു ഹെൽത്ത് സിറ്റുവേഷൻ ഉണ്ട്. ഇല്ല സാറേ, ഞങ്ങൾ നിർത്തി, ഇനി പാടത്തില്ല. കുടുംബത്തിലൊരു കല്യാണമൊക്കെ അടക്കാൻ പോകണേ, അതാണ്. എടാ സാറിന് ചെറുത് വെച്ചാ ഇല്ല, വേണ്ട. ആന സാർ അടിക്കത്തില്ലേ? ഇല്ല, ഒരെണ്ണം അടിച്ചേച്ച് പോകാൻ. അല്ല, ഞങ്ങളുടെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ஃப்ரீயாக பழகும் போது உங்களை போயிட்டு மிரட்டிட்டு ஃபஸ்ட்டு வருகிறேன். அவங்க கூட எதனா மிக்ஸ் பண்ணி வச்சுட்டாங்க. அவன் தான் பிடிச்சான். இவனை கொடுக்குது. ரொம்ப ஸ்ட்ராங் போடுது. கல் தோணுன்னு குப்புன்னு அடிக்க போகுது. கேப்ப விடுறது அது കുറച്ച് ഓവറായി പോയത്. ഒരു ഡ്രിങ്ക്. എബി, എന്തിനാ അവന്മാരുടെ ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ പോയെ? എന്റെ പൊന്നെബി, ഇത് ബാംഗ്ലൂരും ദുബായി ഒന്നും അല്ല. എബിക്കോട്ട് അവന്മാരെ അറിയത്തുമില്ല. നമ്മൾ നിർത്താൻ പറഞ്ഞപ്പോൾ ഒരു പാട്ട് പാടുന്ന നിർത്തി. അതുകൊണ്ട് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്തപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. അതിനെന്താ കുഴപ്പം? എബി, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. സംസാരിച്ചിട്ട് പോ. സംസാരിച്ചിട്ട് കാര്യം എന്താ? ആ ശരി. ஏதோ ஷார்ட் இது வயலட்டஸ் வில் பி ஷார்ட். வேற வராங்கடா பின்னாடி. உடுப்பி പ്രേമൻ. എൻ്റെ അമ്മയോടെ പണിക്ക് പോയേക്കോ സാറേ? സാൻഡ്ര കൊച്ചെന്നാ പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു പാപ്പാടി കോൺട്രാക്ടർ വീട്ടിൽ വെച്ച്. നാണം നോക്കി. സാറ് പ്രേമിച്ചാണോ കിട്ടിയത്? സാറ് പ്രേമിച്ചാണോ കിട്ടിയത്? പെട്ടുപോയത്. എന്നാ ശരി സാറേ, പോയേക്കോ, ക്ലാസ് ഉണ്ട്. ക്ലാസ്സിലേക്ക് തന്നെയാണല്ലോ അല്ലേ? ஓப்பன் பண்ணியிருக்காங்க. டேப்பு இல்லை இவன் கை வச்சு கேமரா
ബാത്റൂമിൽ ആരുണ്ടോ ഒക്കെ ഇത് അവന്റെ ജോസിയുടെ ഇപ്പൊ എനിക്ക് ഇവനെയൊക്കെ സ്കൂൾ ടൈം തുടങ്ങി അറിയാവുന്നതാ. ലോക പിഴകളാണ്. സാറിന് ആള് മാറിയതാകാനേ വഴിയുള്ളൂ. ജോസിയേ ഇതെങ്ങനെ പൊട്ടി? ഇതാ ബിജുവിന്റെ ഇടയിൽ ഡിസ്പ്ലേ എന്നാക്കാൻ കൊടുത്താണല്ലോ. ഇതാരെ പൊട്ടിച്ചേ? നീ ചെല്ലേ വല്ലത് കഴിച്ചു പള്ളിയിലേക്ക് പോകുന്നു. ഓരോ അമ്മമാരെ ഫോൺ നന്നാക്കാൻ കൊടുത്താണല്ലോ ഫോണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാറേ, ഞങ്ങളുടെ പിള്ളേരെ ചെയ്യില്ല. എനിക്ക് ഉറപ്പാ നീ തന്നെ വെച്ചത്. എന്നെ കൊടുത്ത് കാണിച്ചോളാം. അതൊക്കെ വിട്ടുകളാ. പിന്നെ കോൺട്രാക്ടിന്റെ കാര്യം അതങ്ങനെ തോന്നുമ്പോ നിർത്താനും തുടങ്ങാനൊന്നും ഒക്കെയല്ലല്ലോ. അതും ഇമാതിരി കേസിനൊക്കെ നിങ്ങളുടെ പറമ്പിൽ കയറുമ്പം ശ്രദ്ധിച്ചോളാൻ ഞാൻ പിള്ളേർ സെറ്റിനോടൊക്കെ ഒന്ന് പറഞ്ഞോളാം. അതുപോലെ ഇതൊരു നാട്ടുംപുറമാണ്. ഇവിടെ അതിൻ്റെതായ കുറച്ച് ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അത് സാറും മാഡവും ഒന്ന് ഓർത്താ കൊള്ളാം. അപ്പൊ ശരി, സാർ ഇറങ്ങല്ലേ? தெரிஞ்சு செம ஃபைட் இருக்குதுன்னு நினைக்கிறேன். அந்த இது பார்த்தீங்கன்னா சிம்பிள், இந்த சிம்பிள் இருக்குது. നമുക്ക് നാളെ കഴിഞ്ഞ് ഡ്രൈവ് പിടിച്ചാലോ കോട്ടയം വരെ? തോമസിനെ കാണാനാണോ? ഫ്രീയാ. ഇല്ലേ ബേ, എനിക്ക് കുറച്ച് വർക്ക് അർജൻറ്റായിട്ട് തീർക്കാനുണ്ട്. ഡെഡ് ലൈനൊക്കെ ഓൾറെഡി കഴിഞ്ഞു. എന്തായാലും ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കും. കോൺവെന്റ് ലൈബ്രറി പോയിരുന്നോളാം. ഉറപ്പാണോ? ബി ഹാപ്പി ആയിട്ട് പോയിട്ടോ. നിങ്ങൾ ബിസിനസ് സംസാരിക്കുന്നിടത്ത് ഞാൻ വന്നിട്ട് എന്നെ இல்ல அந்த டைம் ஸ்பெண்ட் பண்ணி பாருங்க. நைட் டைம்லையா? அப்சர்வ் மிஷன் போகிறாரா பாப்பா? போயிட்டு ரிட்டன் மிஷனில் வருவாரா? താനെങ്ങനെ കൊണ്ടു? അപ്പം സ്കൂട്ടറിൽ. അപ്പൊ ശരി, ഇന്നലെ ബെനിച്ചേട്ടനെ വിളിച്ചാൽ മതി. ഞാൻ തിരിച്ച് പുറപ്പെടുന്നു കൂടി. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാര്യം നേരിട്ട് പറയാന്ന് വിചാരിച്ചൊന്നാ. നമ്മൾ തമ്മിലൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ഓക്കെ ശരി. അതേക്കുറിച്ച് അടക്കല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. സത്യമായിട്ട് ആ ബിജുവിന്റെ കടയിൽ നന്നാക്കാൻ കൊടുത്ത ഫോണാണ്. സംശയമുണ്ട്. ഇത് ജോണിമോനോട് ചോദിച്ചു. നിങ്ങളൊന്നും പോണോ? എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് നിങ്ങളോടൊന്നും ഒന്നും സംസാരിക്കാനില്ല. പണിമന വേണ്ട, അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് നിങ്ങളോടൊന്നും ഒന്നും സംസാരിക്കാനില്ല. திடீஷ் போத்தன் மேலே டவுட்டாக தான் இருக்குது. இவ்வளோ ஸ்லோவாக போகுது. இல்லை அவங்க யாரும் ஃபாலோ பண்ணுறாங்கன்னு நினைக்கிறேன்.